ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമുക്ക് എഞ്ചിൻ വർക്ക് ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ വർക്ക് ഫുൾ എഞ്ചിൻ വർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പാർട്സുകളൊക്കെ മാറ്റി തന്നെ ചെയ്തേക്കണേ. പിന്നെ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടായി. ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിലെ കോൺസെറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. കോൺസെറ്റ് മാറ്റി. ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ സീൽ ലീക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് എഞ്ചിൻ വർക്ക് ചെയ്തേക്കുന്നത് 1 വർഷത്തെ വാറണ്ടി, 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്ററാണ് അതിൻ്റെ വാറണ്ടി കാലാവധി. അപ്പോൾ അത് കറക്റ്റായിട്ട് വാറണ്ടി കാലാവധിയിൽ നമ്മൾ പറയുന്ന ഒരു പീരിയോഡിക് സർവീസ് 3 പെയ്ഡ് സർവീസ്, അതായത് നമ്മൾ പൈസ മുടക്കി തന്നെ ജനറലായിട്ട് സർവീസ് ചെയ്യണം. അത് ഓരോ 4 മാസം കൂടുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടി വരാം. അതിൻ്റെ കറക്റ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി തരും. തന്നെയല്ല നമ്മൾ കറക്റ്റ് ഡേറ്റിൽ ഡേറ്റിന് ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും. പിന്നെ അതിനേക്കാളും ഉപരി നമ്മളിപ്പോൾ 4 മാസം കൂടുമ്പോഴാണ് ജനറലായിട്ട് സർവീസ് വരാം. അതിക്ക് മുമ്പ് 1 മാസം കഴിയുമ്പോൾ, 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയിലുള്ള എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റണം. ഓയിൽ മാറ്റണേക്കാളും ഉപരി നമുക്ക് എൻ്റെ ഈ കവറിൻ്റെ ഉള്ളിലൊരു ഫിൽറ്റർ വരും, സ്ക്രീൻ ഫിൽറ്റർ വരും, റോട്ടർ ഫിൽറ്റർ ഉണ്ട്. ആ 2 ഫിൽറ്ററും നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് നിലവിൽ എഞ്ചിൻ ഓയിലിൻ്റെ എമൗണ്ട് വരും. അതേപോലെ തന്നെ ഗ്യാസ്കറ്റ് കാര്യങ്ങൾ നമ്മൾ മാറ്റണം. അതെല്ലാം നമുക്ക് പേ ചെയ്ത് തന്നെ ചെയ്യേണ്ട വർക്കാണ് കേട്ടോ. അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം നമ്മളിപ്പോൾ എഞ്ചിൻ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും കോട്ടൺ വേസ്റ്റൊക്കെ വെച്ചിട്ട് വെള്ളം തുടങ്ങിനെ, അപ്പോൾ അതിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആ സ്ക്രീൻ ഫിൽറ്ററിൽ വന്നിട്ട് ബ്ലോക്ക് ആവും. ആ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഓയിൽ പമ്പിങ് ഇങ്ങടേക്കൊക്കെ പമ്പ് ചെയ്ത് കയറേണ്ടതാണ്. പമ്പിങ് ഫ്ലോ കുറയും. അത് പിന്നീടുള്ള കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും നമ്മൾ ആ ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് കമ്പൽസറി ആയിട്ട് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ രീതികൾ 4 മാസം കൂടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ജനറലായിട്ട് സർവീസ് വരാം. അത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് വാറണ്ടി വന്നാൽ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അത് 12,000 കിലോമീറ്ററാണ് ഫസ്റ്റ് വന്നതെന്നുണ്ടെങ്കിൽ 12,000 കിലോമീറ്റർ വരെയാണ് അതിൻ്റെ കാലാവധി. ഇനി അതെല്ലാം ഓട്ടം കുറവാണ്, 1 വർഷമാണ് ഫസ്റ്റ് വന്നതെന്നുണ്ടെങ്കിൽ 1 വർഷം കാലാവധിയായിട്ട് കണക്ക് കൂട്ടും. അത് കറക്റ്റായിട്ട് നോക്കാം. അതിന് ശേഷം നമുക്ക് ഫസ്റ്റിലത്തെ ഫിൽറ്റർ ക്ലീനിങ് കഴിഞ്ഞാൽ ഓരോ 3000 കിലോമീറ്റർ കൂടുമ്പോഴും നിർബന്ധമായിട്ട് ഓയിൽ മാറ്റണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് സർവീസുമായി യാതൊരു ബന്ധമില്ല. കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ എഞ്ചിൻ ഓയിൽ മാറ്റാം. നല്ല ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ 2 മാസം കൊണ്ട് 3000 കിലോമീറ്ററൊക്കെ ആവാം. ഇനി അതിൽ കൂടുതൽ ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ 1 മാസം കൊണ്ട് 3000 കിലോമീറ്ററൊക്കെ ആവാം. എപ്പോഴാണോ 3000 കിലോമീറ്റർ തന്നെ ആ സമയത്ത് എഞ്ചിൻ ഓയിൽ നിർബന്ധമായിട്ട് മാറ്റിക്കണം. അതായത് ഓരോ 3000 കിലോമീറ്ററാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിപ്പോൾ വർക്ക് ചെയ്തേക്കുമ്പോൾ സൈലൻസറിനകത്ത് കുറേ മുമ്പ് അതിനകത്ത് കുറച്ച് ഓയിലൊക്കെ വന്ന് പെട്ടിട്ടുണ്ട്. അത് പോയി തീരണ വരെ സൈലൻസറിൻ്റെ ഉള്ളിൽ നിന്ന് പുക പുറത്തേക്ക് വരും. അപ്പോൾ അത് കണ്ട് നമ്മൾ ബേജാറാവണ്ട. ഓൾറെഡി അത് കത്തി തീരണ വരെ ആ കംപ്ലയിൻറ്റ് ആ ഒരു ഇത് കാണിക്കും. അത് വണ്ടി സ്റ്റാർട്ടായി ചൂടാകുമ്പോഴായിരിക്കും ആ പ്രോബ്ലം കാണിക്കുക. അത് കുറേ കഴിയുമ്പോൾ മാറിക്കോളും. പിന്നെ കാർബറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്തേക്കണേ. ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് അത് നമ്മുടെ വണ്ടിയുടെ കാർബറേറ്ററിനും വന്നിട്ടുണ്ട്. നമ്മൾ വാക്യൂം പിസ്റ്റൺ, സ്ലോ ജെറ്റ്, ഫ്ലോട്ട് വാൽവൊക്കെ മാറ്റിയാണ് സെറ്റ് ചെയ്തേക്കണേ. എങ്കിൽ പോലും കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത നമുക്ക് 90% കൂടുതലാണ്. കാരണം അത് ഈ വേണ്ടി നമ്മളൊരു പുതിയ കാർബറേറ്റർ മേടിച്ച് വെച്ചാൽ പോലും നമുക്ക് ആ കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത ഈ പറഞ്ഞ 90% തന്നെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ കൂടുതൽ സമയം വണ്ടി വെക്കുമ്പോൾ പെട്രോൾ ഓഫ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എപ്പോൾ വേണമെങ്കിലും ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരാം. പിന്നെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വണ്ടിക്ക് മിസ്സിങ് കാണിക്കും. ആ സമയത്ത് ചോക്ക് ഉപയോഗിക്കുക. ഒരല്പം നേരം വേണമെങ്കിൽ ആ ചോക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് റേസ് ചെയ്ത് പിടിക്കുക. അതല്ലെങ്കിൽ കുറച്ച് നേരം ചോക്കിൽ ഓടിക്കുക, വണ്ടി ചോക്ക് ഓഫ് ചെയ്യുക. അപ്പോൾ ആ കംപ്ലയിൻറ്റ് മാറിക്കോളും. അത് ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ ആയിരിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് പുതിയ കാർബറേറ്റർ വെച്ചാൽ പോലെ ഒട്ടുമിക്ക വണ്ടിക്കും അതാണ് ഇപ്പോഴത്തെ സ്ഥിതി കേട്ടോ. അത് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതിൽ പ്രസക്തിയില്ല. ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ തന്നെയാണ് നമുക്ക് പെട്രോൾ കിട്ടാൻ സാധ്യതയുള്ളൂ. അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റൊക്കെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വണ്ടിക്ക് പ്രതീക്ഷിക്കാം. ബാക്കിയിട്ട് നമ്മൾ എഞ്ചിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ വാറണ്ടി പീരീഡിൽ വരാം. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കേസുകളൊന്നും നമുക്ക് അതിനകത്ത് വാറണ്ടിയിൽ വന്നില്ല. ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ സീൽ മാത്രമാണ് നമ്മൾ മാറ്റിയേക്കണേ. ഫോർക്ക് പൈപ്പിന് കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഫോർക്ക് പൈപ്പൊക്കെ അത് തന്നെയാണ്. ഓയിൽ സീൽ, ഓയിൽ കാര്യങ്ങളാണ് മാറ്റി റീസെറ്റ് ചെയ്തത്. കോൺസെറ്റ് ഈ പറഞ്ഞ പോലെ മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റി പുതിയതായിട്ടാണ്. എഞ്ചിൻ ഓയിൽ സോറി അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് പുതിയതായിട്ടാണ്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ഫിൽറ്റർ ക്ലീനിങ്ങിന് വന്ന സമയത്ത് നമുക്ക് ടൈറ്റ് ചെയ്യാം. അതെല്ലാം നല്ല ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 500 കിലോമീറ്റർ ഓടിക്കുമ്പോൾ ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ചെയിൻ ലൈഫ് കൂടുതൽ കിട്ടാൻ അത് ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ പിന്നെ അതിൻ്റെ മാറ്റിയേക്കണ പാർട്സ് തന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളുണ്ട്. നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ബോക്സൊക്കെ ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് വെള്ളം എഞ്ചിൻ്റെ അകത്തേക്ക് പോയത്. അപ്പോൾ അത് ഫുൾ സെറ്റ് മാറ്റിയിട്ടുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റിയിട്ടുണ്ട്. ബാക്കിൽ ബ്രേക്ക് ലൈൻഡർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിലിണ്ടർ പിസ്റ്റൺ, അതിൻ്റെ ഉള്ളിൽ വന്ന ഗിയർ ബോക്സിൽ വന്ന ബെയറിങ്, ക്ലച്ച് ഡിസ്ക്, ചെയിൻ സ്പോക്കറ്റ്, അങ്ങനെ അത്യാവശ്യം അതിൻ്റെ മാറ്റിയേക്കണ പാർട്സുകളാണ് നമ്മളിപ്പോൾ ഈ പെട്ടി കിടക്കുന്നത് കേട്ടോ. അത്യാവശ്യം കുറച്ചുണ്ട് താൻ. അപ്പോൾ വർക്ക് ആ രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ആഫ്റ്റർ സർവീസ് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കംപ്ലയിൻറ്റ്സ് ഇല്ലാണ്ട് മാക്സിമം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ആ കൂടി നമുക്കതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉള്ള കേസ് അത് നമുക്ക് പിന്നീട് അങ്ങോട്ട് തന്നെ കിട്ടുവാൻ സാധ്യതയുള്ള കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റാണ്. അതല്ലാണ്ട് ബാക്കിയതൊക്കെ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെയും സോൾവ് ചെയ്യാം. കാർബറേറ്റർ പെട്രോളുമായി ബന്ധപ്പെട്ട വന്ന പ്രോബ്ലം
നമ്മുടെ കയ്യിലിരിക്കുന്ന എസ് അല്ല, ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ, ബില്ല് അയക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.